أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ബഹുമാനമുള്ള വിശ്വാസികളെ വിശ്വാസിനികളെ തഖ്വ ഉള്ളവരായി ജീവിക്കണം എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. റമദാൻ മാസം കഴിയുമ്പോൾ ഉമവി ഖലീഫയുടെ അവസാനത്തെ ഖലീഫ, 9ാമത്തെ ഖലീഫ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഉണ്ടസഖി ഒരു കുലമുന്തിരി എന്നൊക്കെ പറയുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, അദ്ദേഹം അധികാരത്തിലിരിക്കുമ്പോൾ എല്ലാ ഗവർണർമാർക്കും റമദാൻ അവസാനിച്ചാൽ ഒരു കത്തെഴുതും. ആ കത്തിൽ പറയുന്നത്, നിങ്ങളുടെ റമദാനിനെ നിങ്ങൾ ഇസ്തിഗ്ഫാർ കൊണ്ട് അവസാനിപ്പിക്കണം എന്നായിരിക്കും അതിലെ പ്രധാന ഉപദേശം. റമദാൻ കഴിഞ്ഞാൽ ഇസ്തിഗ്ഫാർ നടത്തണം എന്ന്, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയണം, റബ്ബിനോട് പൊറുക്കലിനെ തേടണം എന്ന്. മിക്കവാറും എല്ലാ അമലുകൾക്ക് ശേഷവും ഇസ്തിഗ്ഫാർ ഉണ്ട്. നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ പറയും അസ്തഗ്ഫിറുല്ലാഹ്, 3 പ്രാവശ്യം പറയും എന്ന്. അതുപോലെ ഹജ്ജ്, വൈദാ അഫൽതും മിൻ അറഫാത്തിൻ ഫദ്കുറുല്ലാഹ ഇൻദൽ മശ്അരിൽ ഹറാം, അങ്ങനെ പറഞ്ഞിട്ട് സുമ്മ അഫീദു മിൻ ഹൈസു അഫാലൻ നാസു വസ്തഗ്ഫിറുല്ലാഹ്, ജനങ്ങളൊക്കെ ഹറമിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് പോരുകയാണ്. ഹജ്ജിന്റെ പ്രധാനപ്പെട്ട കർമ്മം അറഫയാണ്, നമുക്കറിയാം. ആ അറഫയിൽ ജനങ്ങളുടെ കൂടെ നിങ്ങൾ മുസ്ദലിഫയിലേക്ക് ഒഴുകിയെത്തണം. വസ്തഗ്ഫിറുല്ലാഹ്, നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തണം, അള്ളാഹിനോട് പാപമോചനം നടത്തണം. അപ്പൊ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിസ്കാരമോ ഹജ്ജോ ഒരു വലിയ തെറ്റായിരുന്നു എന്നതുകൊണ്ടല്ല നമ്മൾ അള്ളാഹിനോട് പൊറുക്കലിനെ ചോദിക്കുന്നത്. പിന്നെന്തിനാണ് നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത്? അതിന് പണ്ഡിതന്മാർ പറയുന്നത്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇബാദത്ത് ചെയ്താൽ അതൊരു കൃത്യമായിട്ട് നേരെ ചൊവ്വെ നിർവഹിക്കാൻ പറ്റിയാൽ അവനറിയാതെ ഒരു അഹന്ത അവന്റെ മനസ്സിൽ വന്നുകൂടും എന്നാണ്. ഒരാൾ നിസ്കരിച്ചു എന്ന് വിചാരിക്കുക, നിസ്കാരത്തിൽ കൃത്യമായിട്ട് ചെല്ലാനുള്ളതൊക്കെ ചൊല്ലി പറഞ്ഞ് നേരെ മനസ്സാന്നിധ്യത്തോടുകൂടെ നിസ്കരിച്ചാൽ അവന്റെ മനസ്സിൽ തോന്നും കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നിസ്കാരമായിക്കാണെന്ന് തോന്നും. സക്കാത്ത് കൊടുത്താലും അങ്ങനെ തന്നെ. അറഫ കഴിഞ്ഞിട്ട് നമുക്ക് തോന്നും അൽഹംദുലില്ലാഹ് കായ് മുതലായി. ഇനിയിപ്പോ ആ ഒരു തോന്നല് പിശാച്ച് ഉണ്ടാക്കുകയും അതുണ്ടാവുകയും ചെയ്യുമെന്ന്.
അങ്ങനെ ഉണ്ടാകരുത്. ഉണ്ടായാൽ തന്നെ അതിന്റെ ഒരു പരിഹാരം എന്നുള്ള നിലക്കാണ് ഇബാദത്തുകൾ കഴിഞ്ഞാൽ ഇസ്തിഗ്ഫാർ നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഹാന്മാർ പറയുന്നത് ഇസ്തിഗ്ഫാർ തന്നെ ഒരു ഇബാദത്താണ്. ഇസ്തിഗ്ഫാർ ഇബാദത്ത്. അസ്തഗ്ഫിറുല്ലാഹ് ദിക്ർ വേറെയുണ്ട്, അതൊരു വിഷയം നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നെ പഠിക്കാം. തൗബ അത് വേറെയുണ്ട്. വെറുതെ ഒരു മനുഷ്യൻ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. ദിക്ർ വലിയ പുണ്യമുള്ളതാണ്. അതൊരു പുണ്യമുള്ള കാര്യമാണ്. അസ്തഗ്ഫിറുല്ലാഹ്, പടച്ച തമ്പുരാനെ ഞാൻ നിന്നോട് ഇസ്തിഗ്ഫാർ ചോദിക്കുന്നു. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഇസ്തിഗ്ഫാർ. രാത്രി അള്ളാഹു ഇറങ്ങി വരും എന്ന് അത് ഹദീസിൽ വന്നത് അങ്ങനെ തന്നെ വിചാരിക്കാനേ നിവൃത്തിയുള്ളൂ. അങ്ങനെ ഇറങ്ങൂല അള്ളാഹു എന്ന് പറയാനും നിവൃത്തിയില്ല. എങ്ങനെ ഇറങ്ങും എന്ന് ചോദിച്ചാൽ അതും പാടില്ല. അതിന്റെ രൂപം ചിന്തിക്കാൻ പാടില്ല. എന്നാ അങ്ങനെ ഉണ്ടാവൂല എന്ന് പറയാനും പാടില്ല. എന്നാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഇത്തരം വിഷയങ്ങളോടുള്ള നിലപാട്. ചിലർ പറയും അള്ളാഹ് ഇറങ്ങാന്ന് പറയാൻ പാടില്ല, അത് തെറ്റായി പോയി, അപ്പൊ അർശ് കാലിയാവൂലേ, അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പാടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന ഹദീസ് അതങ്ങനെ വിശ്വസിക്കുക എന്നതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട്. അതിന്ന് മാറിപ്പോയവരാണ് ഷിയാക്കള്, അതിലെ അവാന്തര വിഭാഗങ്ങള്, മുഅ്തസിലാക്കള്, ഇസ്നൈ അശ്ശരിയ്യ, അങ്ങനെ കുറെ വിഭാഗങ്ങൾ, 12-ലധികം വിഭാഗങ്ങളുണ്ട് ഷിയാക്കളിൽ. അത് ഓരോരുത്തരും ഇത്തരം വിഷയങ്ങളിൽ മാറിപ്പോയവരാണ്. അപ്പൊ അള്ളാഹ് ഇറങ്ങി വരുമെന്ന് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അല്ലെങ്കിൽ രാത്രിയിൽ ഇറങ്ങി വരും. ലിയതൂബ മുസീഉൻ നഹാർ, പകല് തെറ്റ് ചെയ്ത ആളുകളുടെ ഒക്കെ പശ്ചാത്താപം സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ദിനേന ഒരു വേസ്റ്റ് ബിൻ അള്ളാഹ് സ്വീകരിച്ചിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പകല് ചെയ്തിട്ടുണ്ടെങ്കിൽ രാത്രി അതാ തെറ്റുകളൊക്കെ പശ്ചാത്തപിച്ച് അതിൽ കൊണ്ടുപോയിടുക. ആരോടും പുറത്തു പറയണ്ട. രാവിലെ അള്ളാഹ് ഇറങ്ങി വരും. രാത്രി ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുറത്തു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ റമദാൻ കഴിഞ്ഞാല് ഇപ്പോ ഇനി നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ, ചെയ്ത നന്മകളിൽ അഹംഭാവം പ്രകടിപ്പിക്കാതെ ഇസ്തിഗ്ഫാർ നടത്തുക. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, കാരണം മനുഷ്യരൊക്കെ അല്ലാഹു തആല ആദം സന്തതികളെ പരിചയപ്പെടുത്തിയത് അങ്ങനെ, കുല്ലു ഇബ്നി ആദം ഖത്താ, എല്ലാ ആദം മക്കളും തെറ്റ് ചെയ്യുന്നവരാണ്. നമുക്കറിയാം ആദ്യ പാപം തന്നെ അതാണ്. ആദം നബിയോട് ചെയ്തപ്പോ തന്നെ ആദം നബി അത് കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ വഖൈറുൽ ഖത്താഈൻ അത്തവ്വാബൂൻ, തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവരെയാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. അവര് അത്തവ്വാബൂൻ, അവർ പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണ്. അപ്പൊ തെറ്റ് ചെയ്യാതിരിക്കലല്ല, മനുഷ്യനാണല്ലോ നിയന്ത്രണങ്ങളും അതിന്റെ ലംഘനങ്ങളും ഒക്കെ മനുഷ്യനാണ് ആവശ്യം, മൃഗങ്ങൾക്ക് ആവശ്യമില്ല. മൃഗങ്ങൾക്ക് നിയന്ത്രണത്തിന്റെ ആവശ്യമില്ല, അവർ പ്രകൃതിയാൽ അങ്ങനെയാണ്. അവർക്ക് അവരുടേതായ ഒരു ജീവിത രീതിയുണ്ട്. ഒരു പോത്തിനെ പറ്റി പണ്ട് നല്ല സ്വഭാവമുള്ള പോത്തായിരുന്നു, ഇപ്പൊ എന്താ അങ്ങനെ ആയി എന്ന് പറയാൻ പറ്റില്ല. മലക്കുകളെ പറ്റിയും പറയാൻ പറ്റില്ല. മലക്കുകളെ പറ്റിയിട്ട് പണ്ട് ജിബ്രീൽ ഇത്ര ഉഷാറുണ്ടായിരുന്നില്ല അങ്ങനെ പറയാൻ പാടില്ല. മലക്കുകൾ എന്നും അങ്ങനെ തന്നെ. മനുഷ്യനെ പറ്റി അത് പറയാം. അവൻ നല്ലവനായിരുന്നു, പിന്നീട് കുടിയനായി മാറി, ലഹരിക്കടിമപ്പെട്ടു. രവീന്ദ്രനാഥ ടാഗോർ മനോഹരമായി പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ള മനുഷ്യനല്ലാത്ത മറ്റുള്ള ജീവജാലങ്ങളൊക്കെ ജീവിതത്തിന്റെ അടിസ്ഥാന സൗകര്യം കൊണ്ട് തൃപ്തിപ്പെടും. എന്നാൽ മനുഷ്യൻ അടിസ്ഥാന സൗകര്യം കൊണ്ട് തൃപ്തിപ്പെടാത്തവനാണ്. ഒരു മൃഗത്തെ സംബന്ധിച്ചിടത്തോളം ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം, എവിടെയെങ്കിലും കടന്നുറങ്ങിയാൽ മതി, എന്തെങ്കിലും കിട്ടിയാൽ മതി, പിന്നെ ഇണ ചേർന്നാൽ മതി, റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, എന്ത് വേണമെങ്കിലും അവർക്ക് ചെയ്യാം.
മനുഷ്യക്കുട്ടിക്ക് അങ്ങനെ പോരല്ലോ. നിങ്ങൾ വളർത്തുന്ന നായക്കുട്ടിക്ക് എന്നും ആ കോഴിക്കടയിൽ നിന്ന് കിട്ടുന്ന കുറച്ച് എല്ല് ദിവസവും 3 നേരം അത് കൊടുത്തു നോക്കൂ. ഒരു പരാതിയില്ലാതെ അത് തിന്നിട്ട് യജമാനെ കാണുമ്പോൾ വാലാട്ടി അങ്ങനെ നടക്കും. ഏറ്റവും മുന്തിയ ഭക്ഷണം കുട്ടികളെ ഭാഷയെ പറഞ്ഞാല് ഹണി അൽഫാം മന്തി. വെറുതെ പറഞ്ഞല്ല, ഇന്നലെ ഒരു യാത്ര പോകുമ്പോ തൊട്ടടുത്തുള്ള ആൾക്ക് കുട്ടി വിളിച്ചു പറയുന്നുണ്ട് ഹണി അൽഫാമും മന്തിയും കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട്. അതാണ് ഏറ്റവും ഫേവറേറ്റ് സാധനം. ശരി, 3 നേരവും കൊടുക്കി. നല്ല സാധന, കുട്ടിക്ക് ഇഷ്ടമുള്ള സാധനം. 3 നേരം കൊടുത്ത് 4 നേരം കൊടുക്കി. ചിലപ്പോ 1 നേരം 2 നേരമൊക്കെ കുട്ടി തിന്നും. പിന്നത്തെ നേരം കുട്ടി ഇങ്ങോട്ട് ചാടും. ഇതല്ലാതെ ഇവിടെ വേറൊന്നുമില്ലേ എന്ന് ചോദിച്ചിട്ട്. ഭക്ഷണം നന്നാകാനിട്ടല്ല, കുട്ടിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. കാരണം അവൻ ഉറച്ചു നിൽക്കൂല. അതിൽ വൈവിധ്യങ്ങൾ സ്വീകരിക്കാൻ. അതാണല്ലോ ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം. ഒരു ചിന്തകൻ പറഞ്ഞത്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് എക്സ്പീരിയൻസ് ആണ് ആവശ്യം. എക്സ്പീരിയൻസ്. അതുകൊണ്ടാണ് ഈ കുട്ടികൾ ഈ തോന്യാസത്തിലേക്ക് പോകുന്നത്. പ്രായപൂർത്തിയായാൽ പല ചിന്തകളും പല കുട്ടികളുടെയും മനസ്സിലുണ്ടാവും. പക്ഷെ പഴയകാലത്ത് നമ്മളൊക്കെ അത് പിടിച്ചു നിന്നവരാണ്. കല്യാണം കഴിക്കുന്നത് വരെയും അങ്ങനെയാണ് ഹദീസ് പറഞ്ഞിട്ടുള്ളതും വേണ്ടതും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ ആ എക്സ്പീരിയൻസിന് വേണ്ടി നടക്കുകയാണ്. അത് നടക്കാതാവുമ്പോഴാണ് കൊലപാതകം നടത്തുന്നത്. അതായത് അത് പ്രേമമല്ല. പ്രേമിച്ച ആൾക്കാർ പണ്ടുണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തെറ്റ് അവന്റെ കൂടെയുണ്ട്. അവനാണ് നിയന്ത്രണം ആവശ്യം. അതുകൊണ്ടാണ് ഏത് സമയത്തും മനുഷ്യന്റെ മനസ്സിൽ ഇസ്തിഗ്ഫാർ ഉണ്ടാവണം എന്ന് അള്ളാഹു പറഞ്ഞത്. ഞാൻ വിശദീകരിച്ചു. മുത്തഖീങ്ങളുടെ കാര്യം പറഞ്ഞപ്പോ അള്ളാഹ് പറഞ്ഞത്, മുത്തഖീങ്ങളെ വിശേഷങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞത് വല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ. ആരെ പറ്റിയാണ് ഈ പറഞ്ഞത് നോക്കണം. മുത്തഖീങ്ങളെ പറ്റിയാണ്. ആരാണ് മുത്തഖീങ്ങൾ? വല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ. അവര് വല്ല തിന്മകളും ചെയ്താൽ, മോശമായ കാര്യങ്ങൾ, അശ്ലീലങ്ങൾ ചെയ്താൽ, ഔ ലലമു അൻഫുസഹും, അല്ലെങ്കിൽ നോർമൽ തെറ്റുകൾ ചെയ്താൽ, ദക്കറുല്ലാഹ്, അള്ളാഹുവിനെ ഓർക്കുന്നവരാണ്. അത് മുത്തഖി സ്ഥാനത്തൊന്നും അവർ പോയിട്ടില്ല. അപ്പൊ തെറ്റ് ചെയ്തത് കൊണ്ട് ഒരു മനുഷ്യൻ മുത്തഖി ആവാതിരിക്കുന്നില്ല. നമ്മുടെ കാഴ്ചപ്പാട് നേരെ തിരിച്ചാണ്. അള്ളാന്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. കാരണം അത് മനുഷ്യനാണ്, മനുഷ്യ പ്രകൃതിയാണ്. എന്നിട്ട് അവൻ എന്ത് ചെയ്യും? വസ്തഗ്ഫറൂ ലിദുനൂബിഹിം, അവരവരുടെ പാപങ്ങൾക്ക് ഇസ്തിഗ്ഫാർ നടത്തും എന്നാണ്. അപ്പൊ മനുഷ്യനാകുന്നത് തെറ്റ് ചെയ്യാതിരിക്കുമ്പോഴല്ല, നൈസർഗികമായി മനുഷ്യ സഹജമായി തെറ്റുകൾ സംഭവിച്ചാൽ ഉടനെ തന്നെ തിരിച്ചറിഞ്ഞ് തെറ്റിനെ ന്യായീകരിക്കാതെ ഉറച്ചു നിൽക്കാതെ തിരുത്തുന്നവനാകുന്നു എന്നതാണ്. അതുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അത്തായിബു മിനദ് ദംബി കമൻ ലാ ദംബ ലഹു. തെറ്റിൽ നിന്ന് പശ്ചാത്തപിക്കുന്നവൻ പാപം ചെയ്യാത്തവനെ പോലെയാണ്. ഇസ്തിഗ്ഫാർ ഉണ്ട്, അഫു ഉണ്ട്. ഇസ്തിഗ്ഫാർ കൊണ്ട് കംപ്ലീറ്റ് ഡിലീറ്റ് ആവൂല. ഡാറ്റ അവിടെ തന്നെ ഉണ്ടാവും, പക്ഷെ അതിന്റെ എഫക്റ്റ്, അതിന്റെ പ്രവർത്തനം ഡിലീറ്റ് ആവും. അഫു അങ്ങനെയല്ല, എല്ലാം ഇല്ലാതാവുന്ന. റമദാൻ കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്നതാണ് ഒരു ഫാക്ടറി ഡാറ്റ റീസ്റ്റോർ ആണ്. മൊബൈലിനെ കുറിച്ച് പറഞ്ഞാൽ അറിയാലോ. ഒരു ഫാക്ടറി ഡാറ്റ റീസ്റ്റോർ ആണ്. എല്ലാ ഡാറ്റയും പോവും, കമ്പനി വാങ്ങിയ പോലെ അവിടെ നിൽക്കും. അങ്ങനെ ആവണം മനുഷ്യന്റെ മനസ്സിന്. അതുകൊണ്ട് അല്ലാഹു തആല ഇസ്തിഗ്ഫാറിന് വലിയ ശക്തി നിശ്ചയിച്ചിട്ടുണ്ട്. ആഖിറത്തിൽ മാത്രമല്ല, ദുനിയാവിലും. അബൂ ഹനീഫ റഹ്മഹുള്ളയുടെ ഒരു ചരിത്രമുണ്ട്. ചിലതിൽ അഹ്മദ് ഇബ്നു ഹംബൽ എന്ന് കാണുന്നുണ്ട്. എത്രത്തോളം സത്യമാണ് എന്നറിയാൻ അതിനുള്ള പഠനം നടത്തിയിട്ടില്ല. പക്ഷേ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ ഈ 2 പേരുകളിലും ഈ ചരിത്രം ഉദ്ധരിക്കുന്നുണ്ട്. അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ യാത്ര പോവുക. അദ്ദേഹം ഒരു പള്ളിയിൽ കയറി വാതിലടക്കേണ്ട സമയമായപ്പോ അദ്ദേഹം പള്ളിയിൽ കിടന്നുറങ്ങാന്ന് വിചാരിച്ചു. അപ്പോ അവിടുത്തെ മുഅദ്ദിൻ ഉണ്ടാവുമല്ലോ, മൂപ്പര് പള്ളിയിൽ നിന്ന് പുറത്താക്കി, ഇവിടെ കിടക്കാൻ പാടില്ല എന്ന്. 2-3 വട്ടം അദ്ദേഹം ശ്രമിച്ചു പള്ളിയിൽ കിടക്കാൻ. അപ്പൊ ഒന്നും ഈ മുക്രി സമ്മതിച്ചില്ല.
സ്ട്രോങ് ഉള്ള മുക്രിമാരൊക്കെ ഉണ്ടാവും, നിയമമൊക്കെ ഉണ്ടാവും. അപ്പൊ ഒരാള് അപ്പുറത്തൊരു കുബൂസ് ഉണ്ടാക്കുന്ന ആളുണ്ട്, ഖബ്ബാസ്. അയാൾ ഇയാളെ നിസ്സഹായത കണ്ടിട്ട് കൂട്ടിക്കൊണ്ടുപോയി, വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിൽ കൊണ്ടുപോയിട്ട് പിന്നെ രാത്രി കിടന്നുറങ്ങാൻ നോക്കും. ഹുബൂസിന്റെ പണിയൊക്കെ കഴിഞ്ഞ് ഇയാൾക്ക് രണ്ട് ഹുബൂസൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കിടന്നുറങ്ങുമ്പോ അദ്ദേഹം ഇങ്ങനെ അസ്തഗ്ഫിറുല്ലാ 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 അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അബൂ ഹനീഫ ചോദിച്ചു, നിങ്ങൾക്ക് ഈ അസ്തഗ്ഫിറുല്ലാ കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഇതിങ്ങനെ പറയാൻ എന്താ ഒരു കാരണം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് എന്റെ ദുനിയാവിലെ എല്ലാ ആഗ്രഹങ്ങളും ഇതുകൊണ്ട് നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഹദീസ് ഉണ്ടത്, മൻ ലസിമൽ ഇസ്തിഗ്ഫാർ, ആരെങ്കിലും ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ, ഒരു പണിയില്ലാത്ത കാര്യമാണ്, ഒരു പണിയില്ല. അസ്തഗ്ഫിറുല്ലാഹ് റബ്ബ് എന്തത്ര വലിയ പണി. അതുകൊണ്ട് കിട്ടുന്നത് ജഅലല്ലാഹു ലികുല്ലി ഹമ്മിൻ മഫ്റജ, അല്ലെങ്കിൽ ലികുല്ലി ഹമ്മിൻ, എല്ലാ ഹമ്മിനും എല്ലാ ജാതി മനോവിഷമങ്ങൾക്കും ഫറജ, ഒരു തുറസ്സുണ്ടാക്കും. വമിൻ കുല്ലി ദീഖിൻ മഖ്റജ, എന്തൊക്കെ പ്രയാസങ്ങൾ ദുനിയാവിൽ അനുഭവിക്കുന്നുണ്ടോ അതിൽ നിന്നൊക്കെ അള്ളാഹു രക്ഷപ്പെടുത്തുന്നതാണ്. എന്തൊക്കെ മാനസികമായ പ്രയാസങ്ങൾ മനുഷ്യൻ അനുഭവിക്കുന്നുണ്ടോ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തുന്നതാണ്. അത്ര ഗൗരവമാണത്. മാത്രമല്ല വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, ഹദീസാണ്, സഹിഹ ഹദീസ്. അവൻ വിചാരിക്കാത്ത നിലക്ക് അവൻ അല്ലാഹു റിസ്ക് നൽകും. അത് ചിലപ്പം വിദ്യാഭ്യാസം, റിസ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല, ഭക്ഷണവും ജോലിയാവും വിദ്യാഭ്യാസവും ഉള്ള കാര്യത്തിൽ ബർക്കത്താവും ഒക്കെ ചെറിയ കാര്യമുള്ളൂ. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ മതി എന്നാണ്. അപ്പൊ ഇദ്ദേഹം ഇതിന്റെ ഫളലൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി. പക്ഷെ ഒരു കാര്യം ദുനിയാവിൽ ഞാൻ നേടിയിട്ടില്ല. ഞങ്ങളുടെ നാട്ടിലൊരു ഇമാമുണ്ട്, അബൂ ഹനീഫ എന്ന് പറഞ്ഞിട്ടൊരു ഇമാമുണ്ട്. അദ്ദേഹത്തെ എനിക്ക് ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ബാക്കിയെല്ലാം ദുനിയാവിലുള്ള എന്റെ ആഗ്രഹമൊക്കെ നേടിയിട്ടുണ്ട് എന്ന് അദ്ദേഹം ഇമാം അബൂ ഹനീഫയോട് പറഞ്ഞു എന്നാണ്. അപ്പൊ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഞാനാണ് ആ അറിയപ്പെടുന്ന ആള്, ഞാനാണ്. അപ്പൊ അദ്ദേഹം എന്റെ അവസാനത്തെ ആഗ്രഹവും പൂർത്തിയായി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു എന്നാണ് കഥ. എല്ലാ ചരിത്ര പണ്ഡിതന്മാരൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. സംഭവം യാഥാർത്ഥ്യമാകും എന്ന് വിചാരിക്കുന്നു. കാരണം യാഥാർത്ഥ്യമാവണം. സൂറത്ത് നൂഹിലെ ഒരായത്താണ് ഞാൻ ഓതി കേൾപ്പിച്ചത്. നൂഹ് നബി അലൈഹിസ്സലാം ദഅവത്ത് നടത്തിയപ്പോൾ ആ ആളുകളോട് വന്ന് പറഞ്ഞത്, ഒരുപാട് കൊല്ലം 950 അല്ലെങ്കിൽ 1000 കൊല്ലം ജീവിച്ച നൂഹ് അലൈഹിസ്സലാം ആ ഖൗമിനോട് പറഞ്ഞത്, ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ, നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തണം, എന്നിട്ട് ഇസ്ലാമിലേക്ക് വരണം, റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തണം, അവൻ നന്നായി പാപങ്ങൾ പുറത്തു തരും. യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ, നിങ്ങൾക്ക് മഴ പെയ്യിപ്പിച്ചു തരും. ഖുർആനിൽ 3 സ്ഥലത്തോ 2 സ്ഥലത്തോ പറഞ്ഞിട്ടുണ്ട്. ഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി യുമത്തിഉകും മതാഅൻ ഹസന വയുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ, ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തുക, പശ്ചാത്തപിക്കുക, നിങ്ങൾക്ക് അല്ലാഹു മഴ വർഷിപ്പിക്കും. നമുക്ക് മഴ പെയ്യാനുള്ള ഒരു കാരണമാണ്. വയുംദിദുകും ബിഅംവാലിൻ വബനീൻ, നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാവും, ഒരു ടെൻഷൻ ഉണ്ടാവും, സമ്പത്ത് ഉണ്ടാവും. യുംദിദുകും, നിങ്ങളെ സഹായിക്കും, ബിഅംവാൽ, സമ്പത്ത് തന്ന് സഹായിക്കും, വബനീൻ, സന്താനങ്ങളെ തന്ന് സഹായിക്കും, വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ, നിങ്ങൾക്ക് തോപ്പുകളുണ്ടാവും, തോട്ടങ്ങളുണ്ടാവും, കൃഷിയുണ്ടാവും, ആ കൃഷിക്ക് വറ്റാത്ത അരുവികളുണ്ടാകും. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, നിങ്ങൾ എന്തുകൊണ്ട് അള്ളാഹുവിന് ഗാംഭീര്യം കൽപ്പിക്കുന്നില്ല? അവിടെയാണ് നമ്മളോടുള്ള ചോദ്യം. മനസ്സിരുത്തിയിട്ട് നമ്മളൊക്കെ സാധാരണ മനുഷ്യന്മാരാണെന്ന് വിചാരിച്ചിട്ട് പടച്ച തമ്പുരാനോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ ദുനിയാവിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും എന്ന് അള്ളാഹു ചെയ്യുന്ന വാഗ്ദാനമാണ്. സൂറത്ത് ഹൂദ്, അതിലൂടെ ഹൂദ് പ്രവാചകൻ പിന്നെ പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്, ഇസ്തഗ്ഫിറൂ റബ്ബക്കും യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ, നിങ്ങൾ റബ്ബിനോട് പൊറുക്കലിനെ തേടണം. മറ്റൊരു സ്ഥലത്ത് കാണാം, വയസിദുക്കും ഖുവ്വത്തൻ ഇലാ ഖുവ്വത്തിക്കും, നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാകും. അള്ളാഹിനോട് പശ്ചാത്തപിച്ചാൽ ഒരു ടെൻഷൻ ഫ്രീ ലൈഫ് ഉണ്ടാവും. നേരത്തെ പറഞ്ഞ ഹദീസിൽ
ആ ടെൻഷൻ ഇല്ലെങ്കിൽ തന്നെ മനുഷ്യന് ഒരുപാട് ആരോഗ്യം ഉണ്ടാവും. രോഗം ഇല്ലെങ്കിൽ തന്നെ ആരോഗ്യവാനായി. അപ്പൊ ആരോഗ്യവാനായി ജീവിക്കാൻ അതിനൊക്കെ കഴിയണമെങ്കിൽ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തണമെന്ന് അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഹദീസിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇസ്തിഗ്ഫാറിന്റെ പ്രാധാന്യം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കഴിഞ്ഞ റമദാനിനെ ഉറപ്പിച്ചു നിർത്താൻ, അമലുകൾ ഭദ്രമാവാൻ, അങ്ങനെയാണല്ലോ ഇപ്പൊ ഒരു ഫയലിൽ നമ്മൾ കെട്ടിവെക്കണം. ചിലപ്പോ ഒന്നുകൂടി അതിന്റെ മുകളിൽ കൊറിയറൊക്കെ അയക്കുമ്പോ നല്ല കട്ടിയുള്ള പേപ്പറൊക്കെ വാങ്ങി അയക്കണം. അതിന്മേൽ തുണിയൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഒട്ടിച്ചിട്ട് അയച്ചാലേ അത് പൊട്ടാതിരിക്കും. അതിന്റെ പുറമെ അതിന്റെ മുകളിൽ സെല്ലോ ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ചാൽ ഒന്നും കൂടി ഭദ്രമാവും. അപ്പൊ റമദാനിൽ നേടിയെടുക്കുന്ന ആ അന്തസ് അഹംഭാവം തൊട്ട് തീണ്ടാതെ അത് അരക്കിട്ടുറപ്പിക്കുന്ന, സെല്ലോ ടേപ്പ് ഇട്ട് ഒട്ടിക്കുന്ന ഒരു നല്ല രൂപമാണ് യഥാർത്ഥത്തിൽ ഇസ്തിഗ്ഫാർ. നോമ്പ് കഴിഞ്ഞാലും നിസ്കാരം കഴിഞ്ഞാലും ഒക്കെ ഇസ്തിഗ്ഫാർ നടത്തണം. ഒരു ഇസ്തിഗ്ഫാർ നമ്മൾ പഠിക്കണം. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് അതിന് പറയും. എപ്പോഴും പതിവാക്കണം. അറിയാത്തവര് അത് എവിടുന്നാ കിട്ടുകയെങ്കിൽ പുസ്തകങ്ങൾ നോക്കി പഠിക്കണം. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت اللهم إني أعوذ بك من شر ما صنعت وأبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. അത് ചൊല്ലിയിട്ട് മരിച്ചു പോയാൽ പോലും സ്വർഗം കിട്ടുന്ന നല്ല ഫിത്രത്തിന്റെ മരണമായിരിക്കും. രാത്രി കടക്കുമ്പോഴും നടക്കുമ്പോഴും വെറുതിരിക്കുമ്പോഴൊക്കെ ഈ ദുആ വിളിച്ചാൽ അല്ലാഹുമ്മ അന്ത റബ്ബി ലാ ഇലാഹ ഇല്ലാ അന്ത ഖലഖ്തനി, പടച്ചോനെ നീ എന്റെ റബ്ബാണ്, ഞാൻ എന്നെ സൃഷ്ടിച്ചത്, ഞാൻ നിന്റെ അടിമയാണ്, ഞാൻ നിന്റെ ഉറപ്പിലാണ് ജീവിക്കുന്നത്. അതുപോലെ തന്നെ എന്റെ തെറ്റുകൾ മുഴുവൻ വഅബൂലക ബിനിഅമതിക അലയ്യ, നിന്റെ അനുഗ്രഹം മുഴുവൻ ഞാൻ അംഗീകരിക്കുന്നു. വഅബൂ ബിദംബി ഫഗ്ഫിർലി, എന്റെ പാപങ്ങളെ ഞാൻ സ്വയം അംഗീകരിക്കുന്നു. ആദ്യം ഇത്തിറാഫ്, ആദ്യം അംഗീകരിക്കണം. അതൊക്കെ എനിക്ക് പുറത്തു തരണം, നീ അല്ലാതെ ആരും പാപം പുറത്തു തരില്ല. അപ്പൊ ചുരുങ്ങിയ ഒരു വചനം അസ്തഗ്ഫിറുല്ലാഹ് എന്നത്, അതിൽ കൂടിപ്പോയാൽ സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഈ രണ്ട് കാര്യങ്ങൾ അത് പഠിക്കുക. പുസ്തകങ്ങളിൽ, ദിക്റിന്റെ പുസ്തകങ്ങളിൽ, ഹിസ്നുൽ മുസ്ലിം എന്ന് പറഞ്ഞ പുസ്തകങ്ങളൊക്കെ ഉണ്ടാവും. ഒഴിഞ്ഞിരിക്കുമ്പോഴൊക്കെ ഏറ്റവും ചുരുങ്ങിയത് അസ്തഗ്ഫിറുല്ലാഹ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, അറബികളുടെയൊക്കെ ജീവിതത്തിലെ ഒരു സ്വഭാവം തന്നെ അതാണ്, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അറബി നാടുകളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പല ബോർഡുകളിലും എഴുതി വെച്ചിട്ടുണ്ടാവും അസ്തഗ്ഫിറുല്ലാഹ്. നമുക്ക് വിചാരിക്കും എന്താ ഒരു അസ്തഗ്ഫിറുല്ലാഹ്, നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ യാത്ര സുഗമമാവാൻ. അസ്തഗ്ഫിറുല്ലാഹ്, കച്ചവടം വിജയിക്കാൻ അസ്തഗ്ഫിറുല്ലാഹ്. ഇപ്പോഴതൊക്കെ ഒഴിഞ്ഞിരിക്കുമ്പോഴൊക്കെ നമുക്ക് എന്താന്ന് പറയാ, സ്റ്റാറ്റസ് നോക്കലും അത് ഇടലും ഫേസ്ബുക്ക് നോക്കലും ലോകത്ത് അത് അവസാനിക്കൂല കൂട്ടെ, അതൊരിക്കലും അവസാനിക്കൂല. നമ്മൾ മടുക്കണം. അപ്പൊ മടുത്തു തുടങ്ങിയിട്ടുണ്ട്, ഇപ്പൊ ആൾക്കാർ മടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോ അത് അവസാനിക്കൂല. പക്ഷെ ആ സമയത്തൊക്കെ നമ്മൾ ഇരുന്നിട്ട് ഒരു അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിയാൽ ദിക്ർ പറയുമ്പോ പറയാം. ഏറ്റവും നല്ല അമല് ഏതാ ചോദിച്ചപ്പോ നിന്റെ നാവിനെ ദിക്ർ കൊണ്ട് നനച്ചു കൊടുക്കണം എന്നാണ്. വെയ്യാടുക്കുമ്പോഴൊക്കെ ഡോക്ടർ പറഞ്ഞ് വെള്ളമൊക്കെ നനച്ചു കൊടുത്തോളി, അറിയില്ലേ, കുറച്ച് പഞ്ഞി തരും, അതങ്ങനെ മുക്കിയിട്ട് നനച്ചു കൊടുക്കാൻ പറയും. ഇത് ഒരു മുസ്ലിമിന്റെ ഏറ്റവും നല്ല പ്രധാനപ്പെട്ട സംഗതിയാണ്. ഒരു മുസ്ലിം ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ നാവിലിങ്ങനെ നനച്ചു കൊടുക്കുക. അസ്തഗ്ഫിറുല്ലാഹ് കൊണ്ട് നനച്ചു കൊടുത്താൽ വെറുതെ കിട്ടുന്ന പുണ്യമാണ്. നമ്മളറിയാതെ ചിലപ്പോ അതൊക്കെ പരലോകത്തുണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലി വസല്ലിമു അലാ ഖാതിമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ബഹുമാന്യരെ, രണ്ട് മൂന്ന് കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ കേന്ദ്ര പള്ളി നിർമ്മാണ ഫണ്ടിലേക്ക് ഇന്നാണ് നമ്മൾ സംഭാവന സ്വീകരിക്കുന്നത്. അതിനെല്ലാവരും സഹകരിക്കണം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കരിങ്ങനാട് സലഫിയ നമ്മുടെ ഒരു സ്ഥാപനമാണ്. അവിടെ വെച്ച് എല്ലാ വർഷവും കാലങ്ങളായിട്ട് 6-ാം നോമ്പ് കഴിഞ്ഞ ഞായറാഴ്ച, അതെല്ലാ വർഷവും ഉള്ളതാണ്, 6-ാം നോമ്പ് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഞായറാഴ്ച ഒരു ഹജ്ജ് ക്ലാസ് സംഘടിപ്പിക്കും. ഒരുപാട് ഹജ്ജ് ക്ലാസ്സുകളുണ്ട്. അതൊക്കെ മനുഷ്യന്മാരെങ്ങനെ പിരികയറ്റി കുറെ പ്രശ്നാക്കി ലളിതമായ പ്രവാചകന്റെ ഹജ്ജ് ഒന്നും പഠിപ്പിച്ചു കൊടുക്കാതെ ഇങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ വീർത്തൊരു ബലൂൺ പോലെ നിൽക്കുന്ന അവസരത്തിലാണ്
ഇങ്ങനൊരു ക്ലാസ് ഇവിടെ സംഘടിപ്പിക്കണം, ആളുകൾക്ക് ഒരു ആശ്വാസം നൽകണം, പ്രവാചകന്റെ ഹജ്ജ് കർമ്മത്തിന്റെ രീതി പഠിപ്പിച്ചു കൊടുക്കണം എന്ന് ചിന്തിച്ചിട്ട് അങ്ങനെ തുടങ്ങി വെച്ചത്. അത് വരുന്നത് ഈ 13-ാം തീയതിയാണ്. എല്ലാ പ്രാവശ്യവും വലിയ അനൗൺസ്മെന്റ് ഒന്നും പള്ളികളിലൊന്നും നടത്താറില്ല, ജസ്റ്റ് സൂചിപ്പിക്കും. ഗവൺമെന്റ് ഞങ്ങൾക്ക് ലിസ്റ്റ് തരാറുണ്ട്. ആ ലിസ്റ്റ് നോക്കിയിട്ട് ഹജ്ജിന് പോകുന്നവരെ വിളിക്കും. അങ്ങനെ 150-200 ആളുകളുണ്ടാവും, പങ്കെടുത്തവരിലുണ്ടാവും. ഇപ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ, ഇതും ദുരുപയോഗപ്പെടുത്തുക. ആ ലിസ്റ്റ് കിട്ടിയാലും പലരും ദുരുപയോഗപ്പെടുത്തിയതിന്റെ പേരിൽ ഇപ്രാവശ്യം ആ ലിസ്റ്റ് ആർക്കും കൊടുക്കൂല എന്ന് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊക്കെ അറിയിക്കണം. 8-ാം തീയതി വരെ അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. 8-ാം തീയതി മീറ്റിംഗിലും അത് കൊടുക്കൂല എന്ന് തീരുമാനിച്ചു എന്ന് ഹജ്ജ് ഹൗസ് അറിയിച്ചത് കൊണ്ട് നമ്മളൊക്കെ തന്നെ പരസ്പരം ഒന്ന് പറഞ്ഞിട്ട് ഹജ്ജിന് പോകുന്ന ആളുകളെ ആ പരിപാടിയിലേക്ക് എത്തിക്കണം. പബ്ലിസിറ്റി ഇല്ലാത്തത് കൊണ്ട് അത് നിന്ന് പോകാൻ പാടില്ല. പരിപാടി ഏതായാലും നടക്കും ഇൻഷാ അല്ലാഹ്. രാവിലെ 9:30 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഉണ്ടാകും. 2 പണ്ഡിതന്മാരുടെ ക്ലാസ്സുകൾ ഉണ്ടാവും. അതിന് ശേഷം ഹജ്ജ് ട്രെയിനർമാരുടെ എല്ലാ രൂപത്തിലുള്ള ടെക്നിക്കൽ വിശദീകരണങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടാകും. ഭക്ഷണമൊക്കെ നമ്മുടെ കമ്മിറ്റിയുടെ വകയായി നൽകും. ചായയും ഭക്ഷണമൊക്കെ ഉണ്ടാവും. ഇക്കാര്യം ഒന്ന് അറിയിക്കണം. മറ്റു കാര്യം നമുക്കറിയാം, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ഒരു ലക്ഷ്യം തന്നെ മനുഷ്യനെ ഒന്ന് ഫ്രീ ആക്കി വിടുക എന്നുള്ളതാണ്. ആ ജാഹിലിയ്യ കാലഘട്ടത്തിൽ അറിയോ, അവര് പലതിനും പല അന്ധവിശ്വാസങ്ങളും വെച്ചു പുലർത്തുന്ന ആളുകളായിരുന്നു. രോഗം വന്നാൽ ചികിത്സിക്കുക, അതിൽ അന്ധവിശ്വാസം. ജാറങ്ങള്, ദർഗകള്, മഖ്ബറകള്, ഇതൊക്കെയായിരുന്നു ആ കാലഘട്ടത്തെ അവരുടെ ജീവിത രീതി. പൗരോഹിത്യം അവരെ ചങ്ങലക്കെട്ടുകളിൽ ഇങ്ങനെ മുറുക്കിയിടുകയായിരുന്നു. എവിടേക്കും പോകാനയക്കാതെ, പുറത്തിറങ്ങാനയക്കാതെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വന്ന് കൃത്യമായ ഒരു രൂപരേഖ ജീവിച്ച് കാണിച്ചു കൊടുത്തു എന്നുള്ള. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിതും. നിങ്ങൾക്കൊരു പ്രവാചകൻ വന്നിട്ടുണ്ട്, നിങ്ങൾ പ്രയാസപ്പെടുന്നത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണ്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളുടെ അങ്ങേയറ്റം കാരുണ്യം. അതുകൊണ്ട് കള്ള് കുടിക്കരുത് എന്ന് പറഞ്ഞ പ്രവാചകൻ കള്ള് കുടിക്കാതെ, ലഹരി ഉപയോഗിക്കാതെ അവരുടെ ആ കൂടെ ജീവിച്ച് കാണിച്ചു കൊടുത്തു. വ്യഭിചരിക്ക പാടില്ല എന്ന് പഠിപ്പിച്ച പ്രവാചകൻ അത് കാണിച്ചു കൊടുത്തു. ജീവിതത്തിൽ അതില്ലാതെ ജീവിച്ച് കാണിച്ചു കൊടുത്തു. കല്യാണം കഴിച്ച് മാന്യമായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുത്തു. പലിശ പാടില്ല എന്ന് പറഞ്ഞത് ഉപയോഗിക്കാതെ ജീവിച്ച് കാണിച്ചു കൊടുത്തു. അതിന് പ്രവാചകനായ മനുഷ്യനെ പറ്റുള്ളൂ, മലക്കുകളെ പറ്റൂല. ആ പ്രവാചകന്റെ ആഗമനോദ്ദേശത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാരണം, الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل والإنجيل. ജൂതന്മാരോട് പറയാം, തൗറാത്തിലും ഇഞ്ചീലിലും ഒക്കെ പറയപ്പെടുന്ന പ്രവാചകൻ തന്നെയാണ് നിങ്ങളുടെ പ്രവാചകൻ. അത് അവർക്കും അറിയാം. ആ പ്രവാചകൻ യഅ്മുറുഹും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുൻകർ, നല്ല കാര്യം കൽപ്പിക്കും, ചീത്ത വിരോധിക്കും. നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. വയളഉ അൻഹും ഇസ്റഹും, അവരുടെ ഭാരങ്ങൾ ഇറക്കി വെക്കും. അവരുടെ കാലിലുണ്ടായിരുന്ന കബന്ധങ്ങൾ, ചങ്ങലകൾ പൊട്ടിച്ചെറിയുന്ന. പൗരോഹിത്യം ചങ്ങലക്കെട്ടിങ്ങ് നിർത്തിക്കയറി ഒരു സമൂഹത്തെ. ആ സമൂഹത്തെ ആ ചങ്ങലക്കെട്ടിൽ നിന്ന്, പൗരോഹിത്യത്തിന്റെ ചങ്ങലക്കെട്ടിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ വന്നത്. അവർ ആഗമന ഉദ്ദേശം അതിലുണ്ട്. അതുകൊണ്ട് ആ പ്രവാചകനെ പിൻപറ്റണം. വല്ലദീന ആമനൂ ബിഹി വഅസ്റൂഹു വനസ്റൂഹു വത്തബഉ നൂറ അല്ലദീ ഉൻസില മഅഹു. അദ്ദേഹത്തെ ശക്തിപ്പെടുത്തുക, പിന്തുണക്കുക, അദ്ദേഹം കൊണ്ടുവന്ന വെളിച്ചത്തെ പിൻപറ്റുക. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയമെന്നാണ്. നീ ആലോചിക്കൂ, ഈ ആധുനിക കാലഘട്ടത്തിലും എന്തൊക്കെ ടെക്നോളജിയാണോ ആധുനിക കാലഘട്ടത്തിൽ പുരോഗമിച്ചിട്ടുള്ളത് എങ്കിൽ മനുഷ്യനെ ബഹിരാകാശത്ത് കെട്ടിടം കെട്ടി ടെന്റടിച്ച് പാർക്കണ കാലഘട്ടമാണ്. പക്ഷെ അപ്പൊ പൗരോഹിത്യം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഈ ആധുനിക ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് അവനവന്റെ പൗരോഹിത്യം ഇന്ന് നട്ടുമുളപ്പിക്കുന്നതും അത് ചെലവാക്കുന്നതും. ആധുനിക ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ്. എത്ര മൊയ്ലിയന്മാരും ദേഹം അനങ്ങാതെ ഇരുന്ന് തിന്നാണ്. ഈ പാവങ്ങൾ പെണ്ണുങ്ങൾ ഇസ്ലാമികമായിട്ട് ഒരു ബോധവുമില്ല. കുറച്ചും മുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ മടിയാണെങ്കിൽ ക്ലാസ്സിൽ വെള്ളം വെച്ചിട്ട് ടിവിന്റെ ചോട്ടിൽ കൊണ്ടുവച്ചാൽ മതി. മൂപ്പര് മൊയിലേർ അവിടെ ഇരുന്ന് ഊതുമ്പോ
ഈ ടെക്നോളജി കൂടി TV കൂടെ ഈ ക്ലാസ്സിൽ കിട്ടുന്ന മൂപ്പര് പഠിപ്പിച്ചത്. നൂറെ ഹബീബ്, നൂറെ ഹക്കീം, നൂറെ ഖാലിഖ്, നൂറെ അജ്മീർ, ഇങ്ങനെ ഓരോ 100 പറഞ്ഞ് ഓരോ ഉറുദു പേരിട്ടിട്ട് പാവപ്പെട്ട മനുഷ്യരെ പല രൂപത്തിലും കഷ്ടപ്പെടുത്തുക. എന്നാൽ ആളുകൾ പിന്നാലെ പോകുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലായാലും ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞ ആരാണ്? 2 പ്രാവശ്യം പാമ്പ് കടിക്കൂല എന്നാണ്. ഒരു മടയെന്ന് 2 പ്രാവശ്യം ഒരു മുഅ്മിനെ പാമ്പ് കടിക്കൂല എന്നാണ്. ഒരിക്കൽ അനുഭവിച്ചാൽ അതൊന്ന് മനസ്സിലാക്കണ്ടേ? ഏറ്റവും അവസാനമായി എത്തി നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഒരു അക്യുപഞ്ചറിന്റെ മറവിൽ. ഇതിന്റെയൊക്കെ പിന്നിൽ മറവുണ്ടാവും. ഒന്നെങ്കിൽ ഒരു യൂനാനി വൈദ്യം, അല്ലെങ്കിൽ ഒരു പച്ച മരുന്ന്. അവരെ കുറ്റം പറയണ്ട, അവരെ മരുന്നേറ്റിരുന്നോട്ടെ. അല്ലെങ്കിൽ ഒരു ആയുർവേദം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അലോപ്പതിയും ചിലപ്പോൾ ഉപയോഗിക്കും. അതിന്റെയൊക്കെ പിന്നില് പ്രസവിക്കാനൊന്നും ഡോക്ടറെടുത്ത് പോണ്ട എന്ന് പറഞ്ഞിട്ട് ഇത് ഒരു സംഭവമല്ല, പല രൂപത്തിൽ നടക്കുന്നുണ്ട്. പ്രസവിക്കാൻ ഡോക്ടറെടുത്തൊന്നും പോകേണ്ട ആവശ്യമില്ല, അത് പ്രസവിച്ചോളും. നമ്മുടെ തരീഖത്ത് അങ്ങനെയാണെന്നാ. വേണമെങ്കിൽ മടവൂർ ഷെയ്ഖിനെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷെയ്ഖിനെ, അങ്ങനെ ഒരു ഷെയ്ഖ് ഉണ്ട് കണ്ടോടത്തൊക്കെ ഇടപെടുന്നേ. ഈ ആധുനിക യുഗത്തിലും ഇത് പറഞ്ഞിട്ട് നമ്മുടെ മുസ്ലിം സമൂഹം ഇതിൽ പെടുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അത്ഭുതമാണ്. നിങ്ങൾക്കറിയോ, ഇത്തരം അന്ധവിശ്വാസം ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടില് ജംഇയ്യത്തുൽ ഉലമ, കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചത്. മനസ്സിലാക്കണം, 100 വർഷമായി. ഈ 100 വർഷമായിട്ട് പണ്ട് ടെക്നോളജി ഇല്ലാതെയാണെങ്കിൽ ഇപ്പൊ ടെക്നോളജി വന്നപ്പോഴും ടെക്നോളജി ഉപയോഗിച്ചിട്ട് അതിന് അവർ തന്നെ എതിർക്കുന്നുണ്ട്. ഒരു വിഭാഗം, നല്ലൊരു വിഭാഗം, അവർ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. ഈ ടെക്നോളജി ഉപയോഗിച്ചിട്ടും ചെയ്യുന്നത് ഇത്തരം മന്ത്രവാദങ്ങളും അതുപോലെ തന്നെ ആത്മീയ ചൂഷണങ്ങളും ആത്മീയ തട്ടിപ്പുകളും അതിന്റെ വിപണന കേന്ദ്രങ്ങളുമാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ 100ാം വാർഷികം ആഘോഷിക്കുക. ഇപ്പോ 100 വർഷമായി. അത് ഡോസ് കൂടി എന്ന് പറഞ്ഞിട്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടായത്. മനസ്സിലാക്കണം. ഇപ്പോഴൊക്കെ നവോത്ഥാനം അവകാശപ്പെട്ട് പലരും രംഗത്ത് വരുന്നുണ്ട്. എന്തിനാ സമസ്ത എന്ന് വെച്ചത്? കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ കൃത്യമായ ആദർശം മുന്നോട്ട് പറയാൻ തുടങ്ങിയപ്പോ അങ്ങനെയാണല്ലോ. ഒരു പയ്യന്റെ അടുത്ത് പോയിട്ട് പയ്യനെങ്ങനെ തൊട്ടു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഔട്ട് തൊട്ടാ പയ്യ ചാടും. സോപ്പിട്ട് ഇങ്ങനെ മനുഷ്യന്മാരെങ്ങനെ സോപ്പിട്ടൊന്നും പറയാതെ ഒരു മൊയിലിയരോ മൊയിലിയോ നിന്ന് ആർക്കും ഒരു കുഴപ്പമുണ്ടാവില്ല, എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും. നിങ്ങൾ ചെയ്യണത് അന്ധവിശ്വാസമാണ്, ഇത് പാടില്ല, തൗഹീദിനെതിരാന്നാണ് പറഞ്ഞാൽ അങ്ങനെയല്ലേ നബിനെ എതിർത്തത്? ആ ജഅലൽ ആലിഹത ഇലാഹം വാഹിദ, എല്ലാ നിലക്കും വേണ്ടപ്പെട്ട മുഹമ്മദാണ്, പക്ഷേ എല്ലാ ഇലാഹങ്ങളും കൂടി ഒന്നാക്കിയില്ലേ എന്ന് പറഞ്ഞിട്ടാണ് എതിർത്തത്. അപ്പൊ ഔട്ട് തൊട്ട ചാടും. ഔട്ട് തൊട്ടപ്പോ ചാടിയിട്ടാണ് വേറെ പോയി രജിസ്റ്റർ ചെയ്തത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആദ്യമുണ്ടായ നവോത്ഥാനത്തിന് വേണ്ടി ഉണ്ടായ ആദ്യത്തെ സംഘടനയാണ് കേരള ജംഇയ്യത്തുൽ ഉലമ. അതിന്റെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോഴാണ് ഇത്തരം ആത്മീയ ചൂഷണ തട്ടിപ്പ് ഇവിടെയും പ്രകടമാകുന്നത്. വന്ന് നമ്മുടെ മലപ്പുറം ജില്ലയിൽ വരെ എത്തിയെങ്കിൽ അതിനെതിരെ പ്രതികരിക്കൽ ആവശ്യമാണ്, സമൂഹത്തിന്റെ ആവശ്യമാണ്, നമ്മുടെയൊക്കെ ആവശ്യമാണ്. വീട്ടുകാരൻ എത്ര പറഞ്ഞും കാര്യമില്ല. ചിലപ്പോ പെണ്ണുങ്ങളെ വയ്ക്കുണ്ടാവും, ടിവിയിൽ ക്ലാസ്സും വെച്ചിരിക്കുന്നുണ്ടാവും. അവനവന്റെ പെണ്ണുങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരുപാട് പുരുഷന്മാരും ചിലപ്പോ ഉണ്ടാവും. കുട്ടികള് വേറെ വൈക്ക്. ഒരു വിഭാഗം കുട്ടികളും യുവാക്കളൊക്കെ ലഹരിയുടെ പിന്നില്, രാസലഹരിയുടെ പിന്നില്, മറ്റേ ലഹരിയുടെ പിന്നില് ഉള്ള പെണ്ണുങ്ങള് നൂറെ ഹബീബും നൂറെ അജ്മീറും പറഞ്ഞ് അതിന്റെ പിന്നില്. ഇവങ്ങനെ സാധാരണ പള്ളിയിൽ പോയി ഇരിക്കുക, പള്ളിക്ക് പോകുക, ഇബാദത്ത് ചെയ്യുക. അതുകൊണ്ട് കാര്യമില്ല. ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷിക്കണം. നമ്മുടെ കുടുംബത്തിനെ പറ്റി വലിയ ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ വരുന്നത്, അടുത്ത ഞായറാഴ്ച ഒരു പരിപാടി കോഴിക്കോട് ടാഗോർ ഹാളിൽ വെച്ച് കേരള ജംഇയ്യത്തുൽ ഉലമ തന്നെ ഒരു പരിപാടി ഇതിനെതിരെ സംഘടിപ്പിക്കുന്നുണ്ട്, ഇത്തരം ആത്മീയ ചൂഷണങ്ങൾക്കെതിരായിട്ട്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കാനും വേണ്ടിയിട്ടും കഴിയുന്നവർക്കൊക്കെ പങ്കെടുക്കാമെന്ന് പറയാനുമാണ് ഈ കാര്യം സൂചിപ്പിച്ചത്. ആത്മീയ തട്ടിപ്പുകളിൽ നിന്ന് വിശദമായി പറയണമെങ്കിൽ പിന്നെ ഒരു ദിവസം നമുക്കൊരു ഖുതുബയിൽ പറയാം. ആത്മീയ തട്ടിപ്പുകളിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് നമ്മൾ പടച്ചവനോട് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം. പെട്ടെന്നാണ് മനുഷ്യനൊക്കെ അതിലേക്ക് പോവുക. ഖുർആൻ പറയുന്നുണ്ട്, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വർ-റുഹ്ബാൻ ലയകുലൂന അംവാലൻ നാസി ബിൽ-ഇസ്ം ബിൽ-ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. ഒരുപാട് പുരോഹിതന്മാര് അനാവശ്യമായ അനധികൃത മാർഗത്തിലൂടെ നിങ്ങളുടെ മുതൽ സമ്പാദിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർ പൈസ ഉണ്ടാക്കി വെക്കാം. മൗലവിമാരെ പേരിൽ മൗലൂദ് ഉണ്ടാവോ? ഇല്ല.
മൂലന്മാരെ പേരിൽ ഇങ്ങനത്തെ മന്ത്രവാദം ഉണ്ടാവുമോ? ഉണ്ടാവൂല. ഒക്കെ നാട്ടുകാരെ പാവപ്പെട്ടവരെ പിഴിഞ്ഞിട്ടാതൊക്കെ അവര് സക്കാത്ത് കൊടുക്കോ, സദക്ക കൊടുക്കോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, അവരൊക്കെ അത് വാങ്ങി കൂട്ടുള്ളൂ. അവരെങ്ങനെ കൂട്ടും? അവരതെങ്ങനെ ഒരുമിച്ച് കൂട്ടും. അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക, അവർക്ക് ശിക്ഷയുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കാൻ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ അതിന് ചെയ്യണ ഒരൊറ്റ പണി യസുദ്ദൂനാണ് സബീലില്ല, അള്ളാന്റെ മാർഗം തടയും. ഇവിടുത്തെ പൗരോഹിത്യം വിജയിക്കണമെങ്കിൽ പൗരോഹിത്യം ആദ്യമായി ഇല്ലാതാക്കുന്നത് മതപരമായ കൃത്യമായ അറിവാണ്. മതപരമായി കൃത്യമായ ഒരാൾ അറിവ് നേടിയാൽ പൗരോഹിത്യമാണ് ആദ്യമായി തകർന്നു വീഴുന്നത് പുരോഹിതന്മാർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നന്നായിട്ട് മതം പഠിക്കണം, വസ്തുത മനസ്സിലാക്കണം. കൃത്യമായി വസ്തുത മനസ്സിലാക്കിയ പൗരോഹിത്യം അതോടെ തകർന്നു പോകും. ആരും ഇതിന് കസ്റ്റമേഴ്സ് ഇല്ലെങ്കിൽ പിന്നത് വിജയിക്കുമല്ലോ. ഇപ്പൊ ആയിരക്കണക്കിനാണ് ഇതിനൊക്കെ ആളുകൾ. അതുകൊണ്ട് തിരിച്ചറിയണം എന്നുകൂടി സന്ദർഭമായി സൂചിപ്പിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.